IPL ആവേശം കെട്ടടങ്ങിയതോടെ ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമയമാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് തിരക്കേറിയ ദിവസങ്ങളാണ് വരുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയതിനു ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് IPL ആവേശത്തിലേക്ക് കടന്നത്. 18 വർഷങ്ങളായി കപ്പ് നേടാൻ കാത്തിരുന്ന RCB കിരീടമുയർത്തുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയാണ് ഇനി ഇന്ത്യയെ ആദ്യം കാത്തിരിക്കുന്ന പരീക്ഷണം. ഇതിനു മുമ്പ് നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ മോശം പ്രകടനം നടത്തിയ ഇന്ത്യക്ക് ഇനി ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാം വിരമിച്ചതോടെ പുതിയ മുഖവുമായാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുക. പുതിയ ടെസ്റ്റ് നായകൻ ശുഭ്മാൻ ഗില്ലിന് ഈ പരമ്പര ഏറെ നിർണായകമാണ്. തന്റെ ക്യാപ്റ്റൻസിയിലെ മികവ് തെളിയിക്കുക എന്നതാണ് ഗില്ലിനുള്ള പ്രധാന വെല്ലുവിളി. ഇംഗ്ലീഷ് പര്യടനം മാത്രമല്ല ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത്. IPLന് ശേഷം ഇന്ത്യ കളിക്കുന്ന പ്രധാന പരമ്പരകൾ ഏതൊക്കെയാണെന്ന് വിശദമായി അറിയാം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയോടെയാണ് 2025-27 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിക്കുന്നത്. 5 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കുന്നത്. ജൂൺ 20 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടനം നീണ്ടു നിൽക്കുക. ഹെഡിംഗ്ലെ, എഡ്ജ്ബാസ്റ്റൺ, ലോർഡ്സ്, എമിറേറ്റ്സ് ഓൾഡ് ട്രാഫോർഡ്, കെന്നിംഗ്ടൺ ഓവൽ എന്നിവിടങ്ങളിലാണ് ഈ മത്സരങ്ങൾ നടക്കുക. ജൂലൈ 10 മുതൽ 14 വരെയുള്ള 3-ാം ടെസ്റ്റ് മത്സരമാണ് ലോർഡ്സിൽ അരങ്ങേറുന്നത്. ടൂർണമെന്റിനുള്ള ടീമിനെ ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇംഗ്ലണ്ട് ഇതുവരെ ടീം പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇംഗ്ലീഷ് പര്യടനത്തിന് ശേഷം നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെയാണ് കളിക്കുക. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ ബംഗ്ലാദേശിൽ ഇന്ത്യൻ ടീം പര്യടനം നടത്തും. 3 ഏകദിന മത്സരങ്ങളും 3 T20 മത്സരങ്ങളുമാണ് ഈ പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം സെപ്റ്റംബർ മാസത്തിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. ഏഷ്യ കപ്പിന്റെ ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഏഷ്യ കപ്പിന് ശേഷം ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. ഒക്ടോബർ 2 മുതൽ 14 വരെ നടക്കുന്ന ഈ പരമ്പരക്കായി വെസ്റ്റ് ഇൻഡീസ് ടീം ഇന്ത്യയിലെത്തും. 2 ടെസ്റ്റ് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശുഭ്മാൻ ഗിൽ നായകനാകുന്ന 2ാമത്തെ ടെസ്റ്റ് പരമ്പരയായിരിക്കും ഇത്. ആദ്യ ടെസ്റ്റ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും 2ാം ടെസ്റ്റ് മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലും വെച്ച് നടക്കും. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം വീണ്ടും ലിമിറ്റഡ് ഓവർ പരമ്പരയാണ് ഇന്ത്യ കളിക്കേണ്ടത്. ഒക്ടോബർ 19 മുതൽ നവംബർ 8 വരെ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുന്ന ഇന്ത്യ ഓസീസിനെതിരെ 3 ഏകദിന മത്സരങ്ങളും 5 T20 മത്സരങ്ങളും കളിക്കും. ആദ്യം ഏകദിന പരമ്പരയും പിന്നീട് T20 പരമ്പരയുമാണ് നടക്കുക. ഇതിനുശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഇന്ത്യക്കെതിരെ കളിക്കാൻ ദക്ഷിണാഫ്രിക്കൻ ടീം ഇന്ത്യയിലെത്തും. ഓസീസ് പര്യടനം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നവംബർ 14-നാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കുക. 2 ടെസ്റ്റ് മത്സരങ്ങളും 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളുമാണ് ദക്ഷിണാഫ്രിക്കൻ ടീം ഇന്ത്യക്കെതിരെ കളിക്കുന്നത്. ഡൽഹിയിലും ഗുവാഹത്തിയിലും വെച്ചാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുക. ചുരുക്കത്തിൽ തിരക്കേറിയ ഷെഡ്യൂളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത്. ക്രിക്കറ്റ് ആരാധകർക്കും ഇനി ആവേശത്തിന്റെ നാളുകൾ തന്നെയാണ്.